ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യുണീക്ക് ലിറ്റററി സ്പേസ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇംഗ്ലീഷിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള ഈഫ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനാണ്. സോ ബിഫോർ മൂവിങ് ടു ദ ക്ലാസ്, നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ഫോർ മോർ വീഡിയോസ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈഫ് ക്ലോസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി ദ ഫസ്റ്റ് 3 പ്രിൻസിപ്പിൾസ് ഓഫ് ഈഫ് ക്ലോസ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നമ്മൾ ജസ്റ്റ് അതൊന്നൊരു ഓർഡറിൽ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് മറന്നു പോകില്ല. സോ നിങ്ങൾക്കിത് ഓർക്കുന്ന രീതിയിൽ ഞാൻ ഇന്ന് വളരെ ഈസി ആയിട്ട് ഈ 3 ടൈപ്സ് ഓഫ് ഈഫ് ക്ലോസ് പഠിപ്പിച്ചു തരാം. സോ നമുക്ക് ഒരുമിച്ച് പഠിക്കാം അല്ലേ. ഈഫ് ക്ലോസ് എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അതിൽ ഒരു മെയിൻ ക്ലോസും ഉണ്ടാവും. സോ നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഈഫ് ക്ലോസ് ആണ്. ദാറ്റ് ഈസ് പ്രോബബിൾ കണ്ടീഷൻ. എന്താണ് പ്രോബബിൾ കണ്ടീഷൻ? ഓക്കെ, ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഫ് പ്ലസ് V1 വന്നാൽ, അതായത് നമ്മുടെ വേർബ് ഇപ്പം പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ V1-ലാണെങ്കിൽ ഐ ഹോപ്പ് യു നോ വാട്ട് ഈസ് V1, V2 ആൻഡ് V3. അറിയില്ലേ? ഇപ്പോൾ വർക്ക് എന്നൊരു വേർഡ് ആണെങ്കിൽ അതിൻ്റെ V1 വർക്ക് തന്നെയാണ്, V2 എന്ന് പറയുന്നത് വർക്ക്ഡ് ആണ്, V3 എന്ന് പറയുന്നതും വർക്ക്ഡ് ആണ്. സോ ആർക്കെങ്കിലും V1, V2, V3യിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു മേക്ക് എ കോൺക്രീറ്റ് നോളജ് ഓൺ ദാറ്റ്. ഓക്കെ, ആർക്കെങ്കിലും വേണമെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യാം. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഈഫ് ക്ലോസ് ആണ്, ദാറ്റ് ഈസ് പ്രോബബിൾ കണ്ടീഷൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ വരുന്ന അതിൻ്റെ ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഫ് പ്ലസ് V1 വന്നാൽ മെയിൻ ക്ലോസിൽ എന്തായിരിക്കും, വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ആയിരിക്കും. അതായത് മെയിൻ ക്ലോസിൽ ഒന്നെങ്കിൽ വില്ല് അല്ലെങ്കിൽ ഷാള് അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ പ്ലസ് അതുകൊണ്ട് കൂടെ എന്ത് വരണം, V1 കൂടെ ആയിരിക്കും വരിക. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇഫ് യു വർക്ക് യു വിൽ പാസ്. അവിടെ എന്താണ്, ഇഫ് യുടെ കൂടെ എന്താ വന്നത്, V1 ആണ് വന്നത്, വർക്ക്. അപ്പോൾ എന്തായിരിക്കും, ഒബ്വിയസ്ലി മെയിൻ ക്ലോസിൽ എന്തായിരിക്കും വരിക, വില്ലോ ഷാളോ ക്യാനോ മേയോ അതിൻ്റെ കൂടെ V1 ആയിരിക്കും വരിക. അധികവും വില്ലായിരിക്കും വരിക. സോ ഇവിടെ എന്താ വന്നത്, യു വിൽ പാസ്. സോ ഇഫ് യു വർക്ക് യു വിൽ പാസ്. നീ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നീ എന്താവും, പാസ്സാവും. ഇഫ് പ്ലസ് V1 വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്തായിരിക്കും, വില്ലോ ഷാളോർ ക്യാനോർ മേ പ്ലസ് V1. അധികവും വില്ലായിരിക്കും വരിക. ഓർത്തിരിക്കാം. പ്രോബബിൾ കണ്ടീഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് ആയിട്ടുള്ള ഇംപ്രോബബിൾ കണ്ടീഷൻ എന്താന്ന് നോക്കാം. ഇതിൽ ഈഫ് പ്ലസ് V2 ആണ് വരുന്നത്. അപ്പോൾ ഈഫ് പ്ലസ് V2 വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്തായിരിക്കും, വുഡ് ഷുഡ് ഓർ കുഡ് അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് V1 ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് പ്രോബബിൾ കണ്ടീഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഈഫ് പ്ലസ് V1 വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്തായിരിക്കും, വില്ലോ ഷാളോ ക്യാനോ മേയോ പ്ലസ് V1 ആയിരിക്കും. ഇവിടെ ഇൻപ്രോബബിൾ കണ്ടീഷനിൽ എന്താണ്, ഈഫ് പ്ലസ് V2 ആണ് വരിക. അപ്പോൾ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നേരത്തെ പറഞ്ഞു വർക്ക് ആണ് V1, വർക്കിൻ്റെ V2 ആണ് എന്ത്, വർക്ക്ഡ്. സോ അപ്പം ഈഫ് വർക്ക്ഡ് എന്നാണ് വന്നത് അല്ലെങ്കിൽ ഈഫ് യു വർക്ക്ഡ് എന്നാണ് വന്നെങ്കിൽ എന്തായിരിക്കും, യു വുഡ് പാസ്. അപ്പം മെയിൻ ക്ലോസിൽ എന്തായിരിക്കണം, അതിൻ്റെ പാസ്റ്റ് വരും. പക്ഷെ എന്നാലും V1 തന്നെയായിരിക്കും. പാസ്റ്റ് വരികയാണെങ്കിൽ കൂടിയും അല്ലെ വില്ലിനോ ഷാളിനോ ക്യാനിനോ മേക്കോ ആയിരിക്കും അതിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള വുഡോ ഷുഡോ കുഡോ മൈറ്റോ വരിക. പ്ലസ് വേർബ് എന്തായിരിക്കും, V1 തന്നെയായിരിക്കും. സോ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇഫ് യു വർക്ക്ഡ് യു വുഡ് പാസ്. അതാണ്, നീ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ, നീ പാസ്സാവും. സോ ഈസ് ദാറ്റ് ക്ലിയർ ഫോർ യു? ഇനി നമുക്ക് തേർഡ് ടൈപ്പ് ആയിട്ടുള്ള ഇമ്പോസിബിൾ കണ്ടീഷനിലോട്ട് നോക്കാം. ഇതിലെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ക്ലോസിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്, പോരാത്തതിന് V3 ആണ് യൂസ് ചെയ്യുന്നത്. മറ്റേ 2 സ്ഥലത്തും V1 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, V3. അതിനോട് എന്ത് ചെയ്യണം, ഹാവും യൂസ് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയാം. ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് യു വുഡ് ഹാവ് പാസ്ഡ്.
എന്താണ്, നീ നന്നായി വർക്ക് ചെയ്തിരുന്നെങ്കിൽ നീ എന്താകുമായിരുന്നു, പാസ് ആകുമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സോ നമുക്ക് ഇതിൽ ഈ ഒരു ഈഫ് ക്ലോസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് ടൈപ്പിലാണ് ഈ ഒരു ഈഫ് ക്ലോസ് ഉള്ളതെന്ന്. ടൈപ്പ് 1 ആണോ 2 ആണോ 3 ആണോ, അതായത് ഈ പ്രോബബിൾ ആണോ ഇംപ്രോബബിൾ ആണോ ഇമ്പോസിബിൾ കണ്ടീഷൻ ഏതാണെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന V3 ആണോ V1 ആണോ നോക്കുക, പിന്നെ ഹാഡ് ഉണ്ടോ ഹാവ് ഉണ്ടോ എന്നൊക്കെ നോക്കുക, പിന്നെ അത് വുഡ് ആണോ വില്ലാണോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഈഫിൻ്റെ കൂടെ ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്തായിരിക്കും, വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ആയിരിക്കും വരിക. ഇതാണ് തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ 3 കണ്ടീഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. ഫസ്റ്റ് വൺ പ്രോബബിൾ കണ്ടീഷനാണ്. അതിൽ ഈഫ് പ്ലസ് V1 വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്ത് വരും, വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1. എക്സാമ്പിൾ ആയിട്ട് ഇഫ് യു വർക്ക് യു വിൽ പാസ്. സെക്കൻഡ് നമ്മൾ പറഞ്ഞത് ഇംപ്രോബബിൾ കണ്ടീഷനാണ്. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ V2 ആണ് യൂസ് ചെയ്യുന്നത്. ഈഫ് പ്ലസ് V2 വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1. ഇഫ് യു വർക്ക്ഡ്, എക്സാമ്പിൾ എന്താണ്, ഇഫ് യു വർക്ക്ഡ് യു വുഡ് പാസ്. തേർഡ് വൺ ഇമ്പോസിബിൾ കണ്ടീഷൻ. ഇതിലെങ്ങനെയാണ് വരുന്നത്, ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് യു വുഡ് ഹാവ് പാസ്ഡ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നിങ്ങൾക്ക് ഈ ഒരു ഈഫ് ക്ലോസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ആൻഡ് ആസ്ക്. So that's all. See you with another video. Till then, bye.